സോ ഗൈസ് ദാണ്ട് അവർ റിയൽമി വീണ്ടും ഒരു പുത്തൻ ഫോണും കൊണ്ട് വന്നിരിക്കുന്നു. റിയൽമി P4R. സത്യം പറയാലോ, പോയി മേടിക്കരുത്. 8000 mAh ബാറ്ററി, വീണ്ടും അതേ ശോകം പിടിച്ച സാധനം കൊണ്ട് വന്നേക്കുന്നു. കാശിനെ കൊള്ളത്തില്ല. ഇവിടെ വെച്ച് ഞാൻ വേറൊരു ജോക്ക് പറയാം. ജോക്കല്ല, സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. സംഭവം എന്തെന്ന് പറഞ്ഞാൽ ദാണ്ട് റിയൽമി മറ്റേ ഇറക്കിയ 16T എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടല്ലോ, ആ സെയിം സാധനത്തിനും ഇതിനും ഒരേ സ്പെക്ക്. എന്നിട്ട് റിയൽമി 16T എന്ന് പറഞ്ഞ ഫോണിന് ഇതിനേക്കാളും വില കൂടുതൽ, 10-34,000 രൂപ. ഇതിന് 18,000 രൂപയോ 20,000 രൂപയോ അത്രയും കണ്ടേ ഉള്ളൂ. എന്നിട്ട് കാശിന് കൊള്ളത്തില്ലാത്ത സാധനം റിയൽമി 16T. അത് തന്നെ കാശിന് കൊള്ളത്തില്ല. രണ്ടിനകത്ത് LCD ഡിസ്പ്ലേ, ഓപ്പോ എല്ലാം ഉണ്ട്. പറഞ്ഞല്ലോ, LCD ഡിസ്പ്ലേ വന്നേക്കുന്നു. അത് തന്നെ നമുക്ക് ഒരു വലിയ 144 Hz ഡിസ്പ്ലേ. അത് കണ്ടിട്ട് പോലെ LCD ഡിസ്പ്ലേ. സോ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞേക്കാം. പിന്നെ 4 വർഷം പണ്ടത്തെ 6 നാനോമീറ്ററിൻ്റെ മറ്റേ ഡയമൻസിറ്റിയുടെ 6300 എന്ന് പറഞ്ഞ ചിപ്സെറ്റായി വന്നേക്കുന്നത്. അത്യാവശ്യമല്ല, മൊത്തം ശോകമാണ് സാധനം. പിന്നെ UFS 2.2, പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞാൽ OIS പോലും ഇല്ലാത്ത രണ്ടെണ്ണത്തിനകത്ത് OIS ഇല്ല. ഇതാണ് മെയിൻ പ്രശ്നം വന്നേക്കുന്നത്. 8 മെഗാ പിക്സൽ ഇതിനകത്ത് അൾട്രാ വൈഡ് പോലും ഇല്ലേ മറ്റേ P4R-നകത്ത്. ഇതിനകത്ത് അതെങ്കിലും ഉണ്ടെന്ന് പിന്നെയും പറയായിരുന്നു. 16 MB സെൽഫി ക്യാമറ, ഒന്നും കാശിനുള്ളതിനകത്തോ. പിന്നെ USB Type 2.0യും 8000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. എന്തിന്? USB Type-C 2.0 ശോകം തന്നെ ഈ പ്രൈസിന്. അപ്പം റിയൽമി 16Tയുടെ യഥാർത്ഥ പ്രൈസ് മനസ്സിലായല്ലോ. ഇനി പറയേണ്ട ആവശ്യമില്ല. സംഭവം കൊള്ളത്തില്ല സാധനം. ഈ ഇറങ്ങിയ 2 ഫോണും കൊള്ളത്തില്ല. പ്രത്യേകിച്ച് ആ P4R. നിങ്ങളതിൻ്റെ വെസൽ നോക്കി ചക്ക പോലെ ഇങ്ങനെ ഇത്രയുണ്ട് അതിൻ്റെ വെസൽ. എന്തിനാ മേടിക്കുന്നത്? നഷ്ടമാണ് മൊത്തം. നിങ്ങളിപ്പോൾ ആകെ അവസാനം ഇറങ്ങിയ മറ്റേ റിയൽമി 16 Pro Plus, ആ ഫോൺ മാത്രമേ ഉള്ളായിരുന്നു ഒരു കൊള്ളാവുന്ന ഫോണ്. ബാക്കിയെല്ലാം ശോകമാണ്. ഒന്നത്തിനും കൊള്ളത്തില്ല ഒന്നും. പോയി മേടിക്കല്ലേ. പോയി മേടിച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. LCD ഡിസ്പ്ലേയും സ്റ്റോറേജും കോപ്പും എല്ലാം പിടിച്ചോണ്ട് വേറെ വല്ല ഫോണും പോയി മേടിക്കും. ഇതെന്നതാ ശോകമാണ്, ഭയങ്കര ശോകം ഈ 2 സാധനവും. അത്ര എനിക്ക് പറയാനുള്ളതേ. സോ പറഞ്ഞാലോ, ഇപ്പോൾ പോയി മേടിക്കരുത്.